ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു പുതിയ വീഡിയോ ഇറക്കാൻ വേണ്ടി ഏകദേശം ഒരു 2.5-3 മാസത്തോളം നമുക്ക് ടൈം എടുക്കേണ്ടി വന്നു. ബിക്കോസ് ഭയങ്കര തിരക്കായിരുന്നു. കോളേജൊക്കെ ആയതുകൊണ്ട് എന്തായിരുന്നു സെമിനാർസ്, എക്സാംസ്, റെക്കോർഡ്സ്, അങ്ങനെ കുറേ എന്തായിരുന്നു ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് തടയാൻ വേണ്ടിയിട്ട്. ആൻഡ് നൗ ഹാവ് ഓവർകം ദാം. എനിക്കിപ്പോൾ സ്റ്റഡി ലീവാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ ഒരു 3 മാസത്തേക്കോളം നമ്മൾ ലോങ് വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ വീഡിയോ അല്ല, എൻ്റെ മീനുകളുടെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളൊരു വളരെ ചുരുക്കം കുറച്ച് പേര് അത് മിസ് ചെയ്തു എന്ന് ഓർക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇനി അടുപ്പിച്ചൊരു 2-3 വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഗ്യാപ്പ് വരാൻ അല്ലെങ്കിൽ ഗ്യാപ്പ് വരാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ടാങ്ക് വറ്റിച്ചു. അതായത് ഇന്നൊരു ടാങ്ക് ക്ലീനിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മീനുകളെയൊക്കെ കാണിക്കണമല്ലോ. ആൻഡ് ടാങ്ക് വറ്റിച്ച് കഴിഞ്ഞാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പാർട്ട് എടുക്കുന്നത്. ബിക്കോസ് ടാങ്ക് വറ്റിക്കുന്നതിന് മുന്നേ ഇൻട്രൊഡക്ഷൻ പാർട്ട് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒരു കാവുണ്ടായിരുന്നു. കാവിലെന്തോ ഭജനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ്, നോയിസ് പൊല്യൂഷൻ ആയിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു പാർട്ട് ടാങ്ക് വറ്റിച്ച് കഴിഞ്ഞാണ് എടുക്കാൻ ടൈം കിട്ടിയത്. അപ്പോൾ ടാങ്ക് വറ്റിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി, ഏകദേശം എനിക്കൊന്ന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വാങ്ങിയൊരു മീൻ ഇപ്പോൾ ഒരു കോളേജ് കഴിഞ്ഞ് 1 ഇയർ ആവുന്നു. അപ്പോൾ ഒരു 3 വർഷത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു മീൻ നമ്മുടെ ടാങ്കിൽ നിന്ന് മിസ്സായി കേട്ടോ ഗൈസ്. ആക്ച്വലി ടാങ്കിൽ നമ്മൾ നെറ്റൊന്നും ഇട്ട് മൂടിയിട്ടില്ലായിരുന്നു. മീനിനെ ഫ്രീ ആയിട്ടാണ് ഇട്ടിരുന്നത്. ഒരു 3 വർഷത്തോളം കിടന്നിട്ട് മീനുകൾക്കൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അവർ വിശ്വസിച്ചിരുന്നു. അവർ ചാടിപ്പോകത്തില്ല എന്ന് ഓർത്തിരുന്നു. ഇതിപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ, ചാടിപ്പോയതാണോ, വല്ലതും വന്ന് പിടിച്ചാണോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ഐ മിസ് വൺ ഓഫ് മൈ ക്യൂട്ടസ്റ്റ് പ്രിറ്റി ലിറ്റിൽ മോൺസ്റ്റർ ഫിഷ്. മേ ബി എന്തായാലും ഞാൻ കാണിച്ചു തരാം. ടാങ്ക് വറ്റിച്ച് ബാക്കിയുള്ള മീനുകളെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുടങ്ങാതെ കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ആൻഡ് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ടാങ്ക് ക്ലീൻ ആക്കാനുള്ള യൂട്ടൻസിൽസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചരുവത്തിനകത്തേക്കായിരിക്കും മീനെല്ലാം പിടിച്ചിടാൻ പോകുന്നത്. കാരണം മോൺസ്റ്റർ ഫിഷുകളാണല്ലോ, വലിയ മീനുകളാണല്ലോ നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു ടാങ്ക് ആയിരിക്കും നമ്മളിന്ന് ക്ലീൻ ആക്കാൻ പോകുന്നത്. ടാങ്കിന് മുകളിൽ നമ്മൾ ഓയിലേക്ക് ഇട്ടിരുന്നതെന്ന് പറഞ്ഞാൽ മീനുകൾക്കൊരു നാച്ചുറൽ ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അതുകൂടാണ്ട് നിങ്ങൾക്ക് കാണാം, ടാങ്ക് നിറച്ചും ഫോക്സ് ടെയിൽ ഇങ്ങനെ പെറ്റ് പെരുകി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വേണം ടാങ്ക് വറ്റിക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കാൻ. ടാങ്കിൽ നിറച്ച് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ആൽഗ വാട്ടറാണ്. ആൽഗ വാട്ടർ കണ്ടിട്ട് അത്ര പേടിക്കൊന്നും വേണ്ട. നമ്മുടെ എല്ലാം ഹാർഡ് ഫിഷ് ആയതുകൊണ്ട് മീനൊന്നും ചാവാൻ ചാൻസ് ഇല്ല. കാരണം ഈ ആൽഗ വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പരിധി വരെ എന്തായിരുന്നു മീനുകൾക്ക് നല്ലതാണ്. ബട്ട് അറിയാമല്ലോ, എന്ത് ഓവറായാൽ ഹാനികരമാണ്. അപ്പോൾ എന്തായാലും ഇത് അത്രയ്ക്ക് ഓവറായിട്ടില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മുടെ കിടക്കുന്ന ക്യാറ്റ് ഫിഷ്, ഷാർക്കും അതുപോലുള്ള പ്ലക്കോയൊക്കെ ആണല്ലോ. സോ വലുതായിട്ടൊന്നും സംഭവിക്കാനില്ല. നമുക്ക് എന്തായാലും നൈസായിട്ട് ഇതെല്ലാം കളക്ട് ചെയ്ത് ടാങ്കിൻ്റെ ഒരു മൂലക്ക് വെച്ചിട്ട് ടാങ്ക് വറ്റിക്കൽ തുടങ്ങാം. ബക്കറ്റുമായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഗൈസ്. കാരണം ഡിസംബർ മാസമൊക്കെ അല്ലേ, ഒടുക്കത്തെ തണുപ്പായിരുന്നു. അതുകൂടാണ്ട് നല്ല കൊതുക് ഉണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള സ്റ്റാഗ്നൻ്റായിട്ട് വെള്ളം വെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ കൊതുകുകൾ കാണാറുണ്ട്. ആൻഡ് ആദ്യത്തെ 1-2 റൗണ്ട് ആയപ്പോഴത്തേക്കും എൻ്റെ കൈക്ക് ചെറിയൊരു പണി കിട്ടി. ബിക്കോസ് ഇനാക്ടിവേറ്റ് ആയി കിടന്നിരുന്ന എൻ്റെ ഒരു വലത് കൈയുടെ മിഡിൽ ഫിംഗറിൻ്റെ ജോയിൻറ്റിൽ കുറച്ച് നാളായിട്ട് ഒരു പെയിൻ അനുഭവപ്പെടാറുണ്ടായിരുന്നു, വലത് കൈ കൊണ്ട് വല്ല പണിയും ചെയ്യുമ്പോഴത്തേക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ അത് ഇത്രയും കൂടി ലിറ്റർ കണക്കിന് വെള്ളം നമ്മൾ കോരിക്കളയുമ്പോഴത്തേക്കും ആ പെയിൻ ഇത്രയും കൂടി പെയിൻ്റ് ഇൻറ്റൻസിറ്റി കൂടി. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല രീതിയിൽ വേദനയുണ്ട്. പക്ഷേ നമുക്കിതിനോട് പാഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ആ വേദനയൊക്കെ മറികടന്നിട്ട് ടാങ്കിലെ 90% വെള്ളം നമ്മൾ വറ്റിച്ചു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മീനുകളെയൊക്കെ കാണാമെന്ന് ഓർക്കുന്നു. ആൻഡ് ഈ മീനുകളെല്ലാം ഇതിൽ നിന്ന് പിടിച്ച് നമ്മൾ ആ ബക്കറ്റിലേക്ക് ഇടും. വേണ്ട, ബക്കറ്റിൽ നിന്നും നമുക്ക് എടുത്ത് മാറ്റി ഓരോന്നിനെ സ്പെസിഫിക് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. മീനിന് വന്ന മാറ്റങ്ങളും ലെങ്ത്തും സൈസും കുറവും കൂടുതലും എല്ലാം പറഞ്ഞു തരാം. അപ്പോൾ വെള്ളം കളയുന്നതിനിടയ്ക്ക് നമുക്ക് ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഉഗ്ര അമ്മാതിരി ചാട്ടാണ്. അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് മീനാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഓർക്കുന്നു. നമ്മുടെ ഇറിഡിസൺ ഷാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കൂരിവാളയാണ്. അക്യൂറി ഷാർക്ക് എന്ന് അറിയപ്പെടും കേട്ടോ. നല്ല രീതിയിൽ കിടന്ന് പെടപെടാന്ന് പറഞ്ഞ പെടപ്പാണ്. അപ്പോൾ ആ പെടക്കുന്നവർ പെടച്ചോട്ടെ, ചാടുന്നവർ ചാടിക്കോട്ടെ. ഞാൻ എന്തായാലും ഒരു ബാക്ക്ഗ്രൗണ്ട് ട്യൂൺ ഇട്ട് തരാം. നിങ്ങളതൊക്കെ കണ്ട് വൈബ് പിടിച്ച് ഇവിടെ ഞാനിപ്പോൾ വരാം.
വന്നു ഞാൻ വീണ്ടും വന്നു ഗായ്സ്. അപ്പോൾ മീനെല്ലാം പിടിച്ച് മാറ്റിക്കൊണ്ട് നമുക്ക് ടാങ്കിന് അടുത്തിട്ട് കിടക്കുന്ന അഴുക്ക് വെള്ളമെല്ലാം നമ്മൾ കോരിക്കളഞ്ഞു. ആൻഡ് ഇപ്പോൾ ടാങ്കെല്ലാം വൃത്തിയാക്കിയ ടാങ്കിലോട്ട് നമ്മൾ ജപ്പാൻ വെള്ളം അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജപ്പാൻ വെള്ളം എന്താണെന്നൊക്കെ നമ്മൾ പല വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ഇന്നത്തെ നായകന്മാരെ മീനുകളെല്ലാം ഒന്നൊന്നായിട്ട് പരിചയപ്പെടാം. ആൻഡ് ഫസ്റ്റ് ഐ ഇൻട്രൊഡ്യൂസ് സക്കർ മൗത്ത് ക്യാറ്റ് ഫിഷ് അല്ലെങ്കിൽ പ്ലക്കോ എന്നൊക്കെ പറയും. പലർക്കും അത്ര ഫേവറേറ്റ് അല്ലാത്തൊരു മീനാണ്. ബട്ട് ഇറ്റ്സ് ഓൾവേസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ് സ്ട്രക്ചർ. അതിൻ്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ ആണ്. എവിടെ നോക്കിയാലും കൊമ്പും മുള്ളുമാണ് കേട്ടോ ഗൈസ്. എൻ്റെ വായ കണ്ടല്ലോ, വായാണെങ്കിൽ ഒരു കോമഡി പീസുമാണ്. എന്തായാലും ഒരുമാതിരി മറ്റേ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഒക്കെ പോലെയാണ് എൻ്റെ വായ ഇരിക്കുന്നത്. ആൻഡ് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അതിൻ്റെ ബോഡിയിലൊക്കെ നോക്കിയാൽ കണ്ട ആ സ്കെയിൽസൊക്കെ കണ്ടല്ലോ. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് ഓൺ വേ. അപ്പോൾ നമുക്ക് അതിനെ എന്തായാലും ടാങ്കിലേക്ക് തിരിച്ചിടാം. അത്യാവശ്യം ഒരു 1 ഫീറ്റോളം ആയിട്ടുണ്ട്. കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. സൈസൊന്നും വെക്കുന്നില്ല, എന്താ കാര്യമൊന്നും അറിയത്തില്ല. രണ്ടാമതായിട്ട് നമ്മുടെ മെയിൻ ഐറ്റം, ഏകദേശം 20 വർഷം വരെ ജീവിക്കാൻ കേപ്പബിലിറ്റി ഉള്ള നമ്മുടെ ഇറിഡിസൺ ഷാർക്ക് അല്ലെങ്കിൽ കൂരുവാളൻ എടുക്കാം. ഇതൊക്കെ വാങ്ങിയിട്ട് 3 വർഷമായി കേട്ടോ. ഇമാതിരി സൈസ് ഇത് വെക്കുന്നുള്ളൂ. ബിക്കോസ് ഇത്രയും ചെറിയ ടാങ്കിൽ കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗ്രോത്ത് റിട്ടാർഡഡ് ആയി പോകുന്നതാണെന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. നമ്മളിതിന് കൂടുതലും പെല്ലറ്റൊക്കെയാണ് കൊടുക്കുന്നത്. പെല്ലറ്റ് അല്ലെങ്കിൽ വീട്ടിൽ വെട്ടുന്ന മീനിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. മീനിൻ്റെ കുടൽ, മീനിൻ്റെ ലിവർ, അതൊക്കെയാണ് കൂടുതലായിട്ട് ഇത് എടുക്കുന്നത് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. ഏകദേശം എൻ്റെ ഒരു 2 മുഴം വെച്ചാൽ വട്ടമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ പറയത്തില്ല 1 മുഴം 2 മുഴം. അപ്പോൾ ഏകദേശം ഒരു 2 മുഴോളം ഇതിന് സൈസുണ്ട്. ആക്ച്വലി 3-4 ഉണ്ടായിരുന്നു. നമ്മൾ ഗാറിൻ്റെ കൂടെ ഇട്ടിരുന്നത്. ഗാറ് 2 എണ്ണത്തിനെ തട്ടി ഒരെണ്ണം ഗാറ് തട്ടുന്നതിന് മുന്നേ തന്നെ ചത്തു. ആൻഡ് അടുത്തായിട്ട് നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ടാങ്കിൽ നേരത്തെ 2 വെള്ളമുഷി ഉണ്ടായിരുന്നു, 2 ആൽബിനോ ക്യാറ്റ് ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഈ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനെ കൊണ്ടുവന്ന കാര്യം അറിയത്തില്ല. എന്നിട്ട് അമ്മ എന്നോട് ചോദിക്കുകയാണ്, എന്താടാ മോനെ അതിൻ്റെ കളറൊക്കെ പോയല്ലോ എന്ന്. എന്ത് പറയാനാ. അപ്പോൾ അതിനെ നിങ്ങളെ കാണിക്കുന്നിടയ്ക്ക് ഒരു കൊത്തും കിട്ടി കേട്ടോ. കൊത്ത് മീൻസ് ഒരു പ്രിക്ക് കിട്ടി, ഫിംഗർ പ്രിക്ക് കിട്ടി ഈ എന്തായിരുന്നു ക്യാറ്റ് ഫിഷിൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ അതിൻ്റെ മേത്തുള്ള ആ സ്പോട്ടൊക്കെ വെച്ചാൽ കളർ പോയ പോലത്തെ പാണ്ട് കണ്ടല്ലോ. ഇതിനെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് അല്ലെങ്കിൽ പാണ്ട ക്യാറ്റ് ഫിഷ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതും കാണാൻ അത്യാവശ്യം രസമാണ് കേട്ടോ. അത്യാവശ്യം സൈസ് വെച്ചിട്ടുണ്ട്. ബട്ട് ഇതൊന്നുമല്ല, ഇതിനേക്കാളും അല്പം കൂടി മോൺസ്ട്രസ് ആയിട്ടുള്ളൊരു മീനായിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. ടാങ്കിലെ ഏറ്റവും കൊമ്പനായിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി കൈപൊട്ടിയത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ചെറിയ രീതിയിലുള്ളൊരു ഫിംഗർ പ്രിക്കേ ഉള്ളൂ, വലിയ വേദനയൊന്നും ഇല്ല. മുഷിനെ പിടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും വേണം പിടിക്കാൻ. ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് പിടിച്ചാൽ അല്പം ഗ്രിപ്പ് കിട്ടുന്നതായിരിക്കും. ഞാനങ്ങനെ തുണിയൊന്നും ഉപയോഗിക്കാതെ പിടിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മോൺസ്റ്ററസ് ആയിട്ടുള്ള ഈ ടാങ്കിൽ കിടക്കുന്ന മോൺസ്റ്റർ ഫിഷിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. മറ്റാരുമല്ല, ആൽബിനോ ക്യാറ്റ് ഫിഷാണ്. റെഡ് ഐ ഉള്ള ആൽബിനോ ക്യാറ്റ് ഫിഷ്, വെള്ളമുഷി എന്നൊക്കെ പറയും. ഇതിനെയാണ് ഏകദേശം 3 വർഷം മുൻപേ നമ്മൾ 30 രൂപക്ക് വാങ്ങിയതാണ്. ആ ടൈമിൽ ഒരു ഫിംഗറിൻ്റെ അത്ര ഉള്ളായിരുന്നു കേട്ടോ. ആൻഡ് ഇപ്പോൾ ടാങ്ക് പറ്റിക്കുന്നതിനിടക്കാണെന്ന് തോന്നുന്നു അതിൻ്റെ ലെഫ്റ്റിലത്തെ ആ ഒരു ഫിന്നിന് പരിക്കേറ്റിട്ടുണ്ട്. അല്പം മാംസമൊക്കെ പോയിട്ട് ചോരയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മളൊരു 6-എണ്ണമായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ 3 വർഷം ഉണ്ടല്ലോ, പല തവണകളായിട്ട് പലതും ഇങ്ങനെ ചത്ത് പോയി. ആൻഡ് ഇപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു. ആ 2-ൽ ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയുടെ തുടക്കം പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി എന്ന്. എന്ത് പറ്റിയാണെന്ന് അറിയത്തില്ല. കൊക്ക് പിടിച്ചോ, പരന്ന് പിടിച്ചോ, ഉടുമ്പ് പിടിച്ചോ, അതോ ചാടിപ്പോയോ, അതോ കള്ളം പിടിച്ചോ, ഒന്നും അറിയില്ല. ആൻഡ് ബട്ട് ഇതെന്തായാലും നമ്മുടെ കൂട്ടത്തിൽ കിടന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് തലയിലൊക്കെ ചെറിയ എന്തോ ഒരു ട്യൂമർ പോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മുഴ കാണാമെന്ന് ഓർക്കുന്നു. ആൻഡ് തലയിലുള്ള പോലെ തന്നെ അതിൻ്റെ ഒരു വലിയ ട്യൂമർ ഏകദേശം ഒരു 3-4 മാസമായിട്ട് ഇതിന് മേത്തുണ്ട്. അതിൻ്റെ ടെയിലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഗൈസ്. ഇതെന്താ സംഭവം, എങ്ങനെ പോകുന്നില്ല ഇത്. അപ്പോൾ ആർക്കെങ്കിലും വല്ല അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതെങ്ങനെ കളയാമെന്നൊക്കെ അറിയുമെങ്കിൽ. ഈ സോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താലൊന്നും ഇത് പോകത്തില്ലെന്ന് തോന്നുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെയൊക്കെ കാലിലൊക്കെ വരത്തില്ലേ, കാലിൻ്റെ പാദത്തിലൊക്കെ ഒരുമാതിരി എന്തായിരുന്നു ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഒരു മുഴ പോലെ വരുമായിരുന്നു. അത് ആക്ച്വലി സോയിലിൽ നടക്കുന്നതുകൊണ്ട്, ചെരുപ്പിടാതെ സോയിലിൽ നടക്കുമ്പോൾ അവനൊരു അലർജി പോലെയാണ് ഇത് വന്നിട്ടിരുന്നത്. അപ്പോൾ അവൻ്റെ മേത്ത് നല്ല രീതിയിൽ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് ആക്ച്വലി വെള്ളത്തിൽ കിടന്നിട്ടാണോ എന്തുകൊണ്ടാണോ അതോ ഇതിൻ്റെ നേച്ചറാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നേരത്തെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ് ടെയിലുകളെല്ലാം എടുത്തിട്ട് ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ഓവറായി കഴിഞ്ഞാൽ മീനുകൾക്ക് മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ടാകത്തില്ല, മീനുകൾക്ക് സ്ട്രെസ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ വാട്ടർമാൻ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. അടുത്ത വീഡിയോയിൽ കാണാം.